മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയ മുഖ്യമന്ത്രിയെ ഏറെ സ്നേഹത്തോടെയാണ് തങ്ങളും കുടുംബവും ചേർന്ന് സ്വീകരിച്ചത്. പെരുന്നാൾ ദിനത്തിൽ നടന്ന സന്ദർശനം 1 മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പാണക്കാട് തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാടെത്താൻ സാധിച്ചതിലും തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്ന് സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ മലബാർ സന്ദർശനത്തിൽ തന്നെ പാണക്കാട് വരണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ലൊരു ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് ആതിഥ്യമരുളാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പാണക്കാട് വന്നോ പെരുന്നാൾ ദിനത്തിൽ? തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മലബാറിലേക്ക് വരുന്നത്. ആദ്യത്തെ സന്ദർശനം പാണക്കാട് തറവാട്ടിൽ വന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഈ പെരുന്നാൾ ദിവസം കണ്ട് തങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി നേരുകയാണ്. മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എൻ. ഷംസുദ്ദീൻ, ഡി.സി.സി അധ്യക്ഷൻ വി.എസ്. ജോയ്, നൌഷാദ് അലി എം.എൽ.എ, മുനവർ അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ, പി.എം.എ. സലാം തുടങ്ങിയവർ പാണക്കാടെത്തിയിരുന്നു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.